ഇതാകുമ്പോൾ ചെറിയ ചക്കയാകുമ്പോൾ വെച്ചാൽ ചക്കക്കുരുവിന് വലിയ വില ഉണ്ടാവില്ല. എല്ലാം എടുക്കാം. ചവണി ഒന്നിനും പ്രശ്നമില്ല. മറ്റേത് നമ്മൾ ചവണിയൊക്കെ കളയുമല്ലോ. കുറച്ച് അധികം വേണ്ടേ, വെള്ളം കുറച്ച് വെള്ളം വയ്ക്കാം. എന്നിട്ട് ലേശം ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട കളർ പോവും. ലൈറ്റ് യെല്ലോ കളറേ വരാൻ പറഞ്ഞു. എത്ര വിസില്? 2 വിസിലേ വേണം. അത്ര ഉടയ്ക്കാൻ പരുവത്തിൽ കിട്ടണം. ഒന്നിങ്ങനെ അപ്പം ചക്ക ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക. അപ്പോൾ അത് ഉടയും. 4 കുത്തു ഉടയ്ക്കും. എത്ര വിസിലാണ്? 2 വിസിലേ ശരിക്കും വേണം. 1 വിസിലായാലും മതി. 1 വിസിലാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വിറവറാന്ന് നിൽക്കും. ശരിക്കും തോരൻ അതാ വേണ്ടത്. ഇതുണ്ടാവും. ഇടിച്ചൊക്കെ ആകുമ്പോഴാണ് നല്ലോണം ചെറുതായിട്ട് വരും. ഇതിലധികം വരൂല. ഈ ചോളയും ഇതൊക്കെ ഇല്ലേ, അങ്ങനെ ഇടിച്ചക്കയ്ക്ക് ഇത്ര വരൂല. ഈ കുരുവും ചോളയൊന്നും ഇത്ര ആയിട്ടില്ല. അപ്പൊ തീരെ അത് പൊടിയായിരിക്കും. ഇത് ചോളയാണോ? ഇതൊരു ചോളയാണ്. ഉണ്ടോ? ഇതൊക്കെ ആയി വരുന്ന ചോളകളാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ പൊടിച്ചു കൊടുക്കണം. അതിങ്ങനെ കുത്തി കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഈ ഉപ്പേരിക്ക് അത്രേ വേണ്ടു. ചീനച്ചട്ടി വെക്കാം. ഇതുകൂടാം. പക്ഷെ ഈ ചക്കയൊക്കെ ബെസ്റ്റാണ് ഷുഗർ ഉള്ളതൊക്കെ. ഡയബറ്റീസിന് ഏറ്റവും നല്ലതാണ് ചക്ക. അല്ലേ? കടുക്, ഉഴുന്നുപരിപ്പ്, അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് അരി വരി. അരി എത്ര ഇടണം അത്ര ഇടണം. അരി വറക്കാന്ന് പറയുമ്പോൾ പണ്ട് പറയാനായിട്ടുണ്ടോ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. പിടിച്ചിടാം. കളിയാക്കി പറയാറില്ലേ പണ്ട് അരി വറക്കുന്ന. ഇപ്പം പിള്ളേരെ വളയ്ക്കുന്നതിനൊക്കെ പണ്ട് പറയുന്നൊക്കെ ഇടാം.